ഫ്രാൻസും സ്പെയിനും ഓൾറെഡി സെമി ബെർത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ശേഷിക്കുന്നത് വെറും 2 സ്പോട്ടുകളാണ്. അതിനായി പോരടിക്കുന്നത് 4 ടീമുകൾ. ഒരു വശത്ത് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ പൂട്ടാനെത്തിയ സ്വിറ്റ്സർലൻഡ്, മറുവശത്ത് ഹാരി കെയ്ന്റെ ഇംഗ്ലണ്ടും എർലിംഗ് ഹാലൻഡിന്റെ നോർവേയും. ക്വാർട്ടർ ഫൈനലിലെ ഏറ്റവും ഹൈപ്പുള്ള മത്സരമാണ് ഇംഗ്ലണ്ടും നോർവേയും തമ്മിലുള്ള പോരാട്ടം. ഇംഗ്ലണ്ടിന്റെ തുടർച്ചയായ 3ാമത്തെ ക്വാർട്ടർ ഫൈനലാണിത്. പ്രീ ക്വാർട്ടറിൽ ആതിഥേയരായ മെക്സിക്കോയെ 3-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ വരവ്. ആ കളി കണ്ടവർക്കറിയാം 10 പേരുമായി ചുരുങ്ങിയിട്ടും 3 ലയൺസ് നടത്തിയ പോരാട്ട വീര്യം. ഹാരി കെയ്ൻ, ജൂഡ് ബെല്ലിംഗാം, ബുക്കായോ സാക്ക, ഡെക്ലാൻ റൈസ് തുടങ്ങിയ പ്രധാന താരങ്ങളുടെ എല്ലാം ഫോമിലാണ് ഇംഗ്ലണ്ടിന്റെ പ്രതീക്ഷകളെല്ലാം. ഖ്വാൻസായുടെ സസ്പെൻഷനും റീസ് ജെയിംസിന്റെ പരിക്കും റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഇംഗ്ലീഷ് പരിശീലകൻ തുഷേലിന് തലവേദനയാണ്. കൂടാതെ ബെല്ലിംഗാം, ഡെക്ലാൻ റൈസ് എന്നിവരടങ്ങിയ പ്രധാന താരങ്ങൾ യെല്ലോ കാർഡ് ഭീഷണി നേരിടുന്നതും ഇംഗ്ലണ്ടിന് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. മറുഭാഗത്ത് ഇംഗ്ലീഷ് പടയുടെ എതിരാളികളായ നോർവേയും മിന്നും ഫോമിലാണ്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇറാഖിനെയും സെനഗലിനെയും, പ്രീ ക്വാർട്ടറിൽ കരുത്തരായ ബ്രസീലിനെയും വീഴ്ത്തിയാണ് വൈക്കിങ്സിന്റെ വരവ്. ലോകകപ്പിലെ 4 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകൾ അടിച്ചുകൂട്ടിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡാണ് അവരുടെ വജ്രായുധം. ഹാലൻഡിന് പിന്നിൽ കളിമെനയുന്ന ക്യാപ്റ്റൻ ഒഡേഗാർഡിന്റെ ഫോമും നോർവേക്ക് കരുത്താണ്. ഇവർ ഇരുവരെയും ഇംഗ്ലണ്ട് എങ്ങനെ പൂട്ടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരുപക്ഷെ ഈ മത്സരത്തിന്റെ ഫലം നിർണ്ണയിക്കപ്പെടുന്നത്. പ്രീ ക്വാർട്ടറിൽ ഈജിപ്ത് ഉയർത്തിയ വെല്ലുവിളി മറികടന്നാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ലോകകപ്പിൽ ഗോൾ വേട്ട നടത്തുന്ന ക്യാപ്റ്റൻ ലയണൽ മെസ്സിയിലാണ് അർജന്റീനയുടെ പ്രതീക്ഷകളെല്ലാം. ഇതിനോടകം തന്നെ 5 മത്സരങ്ങളിൽ നിന്നും 8 ഗോളുകൾ മെസ്സി നേടിക്കഴിഞ്ഞു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ ടീമുകളെ തകർത്ത് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ മികച്ച തുടക്കമാണ് അർജന്റീനയ്ക്ക് ലഭിച്ചത്. എന്നാൽ നോക്കൌട്ടിൽ കഞ്ഞിക്കാരായ കേപ്പ് വെർദെക്കെതിരെയും പ്രീ ക്വാർട്ടറിൽ ഈജിപ്തിനെതിരെയും അർജന്റീനയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വന്നിട്ടുണ്ട്. ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ കൊളംബിയയെ പ്രീ ക്വാർട്ടറിൽ തളയ്ക്കാനായതിന്റെ ആത്മവിശ്വാസത്തിലാണ് സ്വിറ്റ്സർലൻഡിന്റെ വരവ്. പെനാൽറ്റി ഷൂട്ടൌട്ടിലായിരുന്നു കൊളംബിയയ്ക്ക് സ്വിസ് പട മടക്ക ടിക്കറ്റ് നൽകിയത്. 1954 ശേഷം സ്വിറ്റ്സർലൻഡിന്റെ ആദ്യ പ്രീ ക്വാർട്ടർ പോരാട്ടം കൂടിയാണിത്. 2014 ലോകകപ്പ് പ്രീ ക്വാർട്ടറിലായിരുന്നു ഇരു ടീമും അവസാനമായി ഏറ്റുമുട്ടിയത്. അന്ന് 118 മിനിറ്റിൽ നേടിയ ഗോളിലായിരുന്നു മെസ്സിയും കൂട്ടരും രക്ഷപ്പെട്ടത്. ഒരു വശത്ത് ഹാലൻഡിന്റെ വേഗതയെ ഹാരി കെയ്നും സംഘവും എങ്ങനെ നേരിടുമെന്ന ആകാംക്ഷ, മറുവശത്ത് സ്വിസ് പട മെനയുന്ന തന്ത്രങ്ങളെ അർജന്റീന എങ്ങനെ മറികടക്കുമെന്ന ചോദ്യം. 2 ക്ലാസിക് പോരാട്ടങ്ങൾക്കുമൊടുവിൽ ഫൈനൽ 4 ഇടം പിടിക്കുന്നവർ ആരൊക്കെയാകുമെന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.